ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറഞ്ഞാൽ അരിപ്പൊടിയും തേങ്ങയൊക്കെ വെച്ചുകൊണ്ട് നമ്മുടെ വീട്ടിൽ ഈസി ആയിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു കറുമുറ സ്നാക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണെന്നൊന്ന് പെട്ടെന്ന് വീഡിയോ കണ്ട് നോക്കാം. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. ഇതിനു വേണ്ടി ഞാനൊരു ബൗളിലേക്ക് 1 കപ്പ് അളവിൽ അരിപ്പൊടി, നമ്മൾ സാധാ പത്തിരിക്കൊക്കെ എടുക്കുന്ന പൊടി തന്നെയാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്, ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/2 to 3/4 കപ്പ് വരെ തേങ്ങ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിനായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം കേട്ടോ. ജസ്റ്റ് കൈവച്ച് തേങ്ങയും പൊടിയും നല്ലപോലെ മിക്സ് ആയതിന് ശേഷം നമുക്കിതൊന്ന് വാട്ടിയിട്ടെടുക്കണം, നമ്മൾ പത്തിരിക്കൊക്കെ ചെയ്തെടുക്കുന്നത് പോലെ. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് ഞാനിവിടെ 1 കപ്പ് അളവിൽ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആ വെള്ളം നല്ലപോലെ ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് പൊടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് വാട്ടിയിട്ടെടുക്കാം കേട്ടോ. ജസ്റ്റ് ഒന്ന് ചെറിയ ലോ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് ഇതുപോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുത്താൽ മതി. അതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം. അപ്പോൾ എല്ലാം കൂടി നമ്മൾ ഈ പാത്രത്തിൽ തന്നെ നല്ലപോലെ ഇതുപോലെ മിക്സ് ചെയ്തെടുക്കുക. അതിന് ശേഷം നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം ഒന്ന് കുഴച്ചിട്ടെടുത്താൽ മതി. കുറച്ച് മഞ്ഞൾപ്പൊടി നമുക്ക് വേണമെങ്കിൽ വാട്ടുന്ന സമയത്ത് തന്നെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അതിനോട് പെട്ടെന്നൊന്ന് വിട്ടുപോയി. അതിന് ശേഷം ഞാൻ ഇതുപോലെ ഒന്ന് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ചെറിയൊരു ലൈറ്റ് കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. കുറച്ച് ഓയിലോ വെളിച്ചെണ്ണ ഏതെങ്കിലും ഒന്ന് കൈമലാക്കിയതിന് ശേഷം നമുക്ക് ഏതെങ്കിലും ഇഷ്ടമുള്ള ഷേപ്പിലൊന്ന് ഷേപ്പ് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഞാൻ നല്ല ഈസിക്ക് വേണ്ടി ഇതുപോലെ ഒരു ഷേപ്പാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പ് തന്നെ ചെയ്തെടുക്കാം കേട്ടോ. ഏകദേശം ഇത് മൊത്തം ഇതുപോലെ ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് തിളച്ച എണ്ണയിലേക്ക് ഇട്ട ശേഷം നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഏകദേശം നല്ല കറുമുറ ആവുന്ന ആ ഒരു ഞെരിഞ്ഞു വരുന്ന ആ ഒരു സമയം വരെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. ഇപ്പോൾ ഏകദേശം മൊരിഞ്ഞിട്ട് നല്ലൊരു സൗണ്ടൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയം നമുക്ക് കോരി മാറ്റാം. നമുക്കിത് ഇതുപോലെ തന്നെ കഴിക്കാം കേട്ടോ, പ്രശ്നമൊന്നുമില്ല. വേണമെങ്കിൽ നമുക്ക് കുറച്ച് മധുരം ഒക്കെ ചെയ്തെടുത്തിട്ട് കഴിക്കുകയാണെങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഞാൻ ഇവിടെ ഒരു 1/4 കപ്പ് പഞ്ചസാര ഒരു പാത്രത്തിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു ഫ്ലേവറിന് വേണ്ടി കുറച്ച് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അത് ജസ്റ്റ് ഒന്ന് മെൽറ്റ് ആയതിന് ശേഷം നമ്മളിതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ ബട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം ബട്ടർ ഇല്ലെങ്കിൽ നിങ്ങൾ കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കാം. അതുപോലെ ഒരു 1/4 കപ്പ് അളവിൽ പാലും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് ഇത് മിക്സ് ചെയ്തെടുക്കാം. അതെല്ലാം കൂടി നല്ലപോലെ മിക്സ് ആയതിന് ശേഷം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള സ്നാക്ക് ഇതിലേക്ക് ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. പെട്ടെന്ന് തന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് മാറ്റി വെക്കാം കേട്ടോ. പിന്നെ ഇതെല്ലാം ഒന്ന് കോട്ടായിട്ട് കിട്ടും. അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ. നല്ല ഈസിയാണ് ചെയ്തെടുക്കാൻ. നമ്മൾ അരിപ്പൊടി കൊണ്ടൊന്നും ചെയ്താണെന്ന് പറയേയില്ല, അത്രയ്ക്ക് ടേസ്റ്റാണിത് കഴിക്കാൻ വേണ്ടിയിട്ട്. കുട്ടികൾക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പം ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങുന്നതിന് പകരം നമ്മളിതുപോലെ എപ്പോഴെങ്കിലും വീട്ടിലൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ ഒന്നുകൂടി നല്ലതായിരിക്കുമല്ലോ. അപ്പോൾ എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം കമൻറ്റ് ബോക്സിൽ റിവ്യൂ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യണേ. അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.